അതെ. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രോഷേ വെച്ച് ഒരു മുല്ലപ്പൂ ചെയ്താലോ? ഇതൊരു സ്ക്രഞ്ചിയാണ്. അതിനുവേണ്ടി ഞാനൊരു ഹെയർ ടൈ എടുത്തിട്ടുണ്ട്. ഒരു മുല്ലപ്പൂവിൻ്റെ തണ്ടിൻ്റെ നിറത്തിലുള്ള ഒരു ഗ്രീൻ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് ഈ ടൈയിൽ മുഴുവനായും സിംഗിൾ ക്രോഷേകൾ ചെയ്യാം. അപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഒരുപാട് അകലൊന്നും വരാതെ ചെയ്യണം. അടുത്തടുത്തായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ചുറ്റിനും സിംഗിൾ ക്രോഷേകൾ ചെയ്യാം. അവസാനത്തെ സിംഗിൾ ക്രോഷേ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്ത് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു സിംഗിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വൈറ്റ് കളർ യാണിനെ നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് 3 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇനി 3 തവണ ഡബിൾ ക്രോഷേകൾ ചെയ്യാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് അതേ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. 3 തവണ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യണം. 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹുക്കിനെ പതുക്കെ ഒന്ന് അവിടെ നിന്ന് വലിച്ചെടുക്കാം. പക്ഷേ നമുക്ക് ആ ഒരു സ്റ്റിച്ച് വിട്ടു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ആദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റിച്ചിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നീട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 3 ചെയിൻ സ്റ്റിച്ചും കൂടെ വീണ്ടും ചെയ്യാം. അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇപ്പോൾ നമുക്ക് മുല്ലപ്പൂവിൻ്റെ മുട്ട് പോലെയുള്ള ഒരു സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനാണ് പഫ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്കിനി ഈ എല്ലാ സിംഗിൾ ക്രോഷേയിലും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്